എന്റെ മകളുടെ അമ്മായിമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടത്ര ബഹുമാനം ഞാൻ തന്നിട്ടുണ്ട്. എന്റെ ഒരു വാക്കുകൊണ്ട് പോലും അതില്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ എന്റെ സംസ്കാരം. പെൺമക്കളെ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടതുകൊണ്ട് ഞാനും രാധമ്മയും രാജുവും ഋതികമോളും മാത്രമാണ് ഇപ്പൊ ഈ കുടുംബം. പ്രിയ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഇവിടുത്തെ അതിഥികളാണ്, വിരുന്നു വന്നവർ വീടിന്റെ ഭരണം ഏറ്റെടുക്കരുത്. ഇവിടുത്തെ കാര്യങ്ങളോർത്ത് തലപോയ്ക്കാൻ വേണ്ട. ഞാനൊരു കുടുംബനാഥനാ. ഇഴഞ്ഞും വലിഞ്ഞൊക്കെ ആണെങ്കിലും ഇവിടം വരെ എത്തിച്ചില്ലേ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ, ദയവായി ഈ കുടുംബം കലക്കരുത്. അയാള് പറഞ്ഞിട്ട് പോയിട്ടില്ലേ? കേട്ട് ഡാ, നമ്മൾ വിരുന്നുകാരാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ കുടുംബം കലക്കണം. എന്നിട്ടേ കൊച്ചമ്മണി തിരികെ പോകൂ. അല്ലോ പിന്നെ എന്നെ കണ്ടിട്ട് മനഃപൂർവ്വം തിരിച്ചു നടക്കാണെന്നും എനിക്ക് മനസ്സിലായി. എന്തിനാ പ്രിയച്ചി എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. മറ്റാരോടും ഇല്ലായിരിക്കും, പക്ഷെ എന്നോട് ദേഷ്യമുണ്ട്. ഞാൻ എന്ത് തെറ്റാ പ്രിയച്ചി നിങ്ങളോടൊക്കെ ചെയ്തത്? എന്താ മിണ്ടാത്തെ? അതിപ്പോ എനിക്ക് അമ്മയോ ചേച്ചിമാരോ ഇല്ല. എന്റെ സ്വന്തം അമ്മയെ പോലെയാ ഞാൻ രാധമ്മയെ കാണുന്ന. എന്റെ സ്വന്തം ചേച്ചിയാ പ്രിയച്ചി. എന്നിട്ടും നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ? ഞാൻ രാജുവിനെ സ്നേഹിച്ചു പോയത് തെറ്റാണോ പ്രിയച്ചി? രാജുവിനെ മാത്രമല്ല സ്നേഹിച്ചത്, നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. ഇത് എന്റെയും കൂടി വീടാണെന്ന ഞാൻ കരുതിയത്. ആ ഒരു സന്തോഷത്തോടെ പ്രതീക്ഷയോടെയോ കല്യാണം കഴിഞ്ഞ് രാജുവിനൊപ്പം ഇവിടെ വന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് രാജുവിനെ സ്വന്താക്കണമെന്ന് ഒരു മോഹവും ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇക്കാര്യത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ എന്താടി നിനക്കോട് ജോലി? കൊണ്ടവരോടൊക്കെ വർത്താനം പറഞ്ഞ് സമയം കളയാതെ എന്തെങ്കിലും ജോലി നോക്കടി. ചെല്ലടി. അവളുടെ ഒരു ലോഹ്യം പറച്ചില്.